നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയം സ്പാർക്കിലൂടെ GPF ടെമ്പററി അഡ്വാൻസ് എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് GPF ടെമ്പററി അഡ്വാൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളിലൂടെ തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യമായി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് GPFൽ നിന്നും തുക പിൻവലിക്കുവാൻ കഴിയുമോ എന്നുള്ളത്. GPFൽ നിന്നും തുക പിൻവലിക്കുന്നതിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എന്നൊരു കാര്യം നിർബന്ധമല്ല എന്ന കാര്യം നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ക്രെഡിറ്റിൽ, അതായത് നമ്മളുടെ GPF അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ടെമ്പററി അഡ്വാൻസ് എടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, എത്ര കാലം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഒരു GPF ടെമ്പററി അഡ്വാൻസ് എടുത്ത് എത്ര നാൾ കഴിഞ്ഞ് അടുത്തത് എടുക്കാമെന്നുള്ളത്. മുമ്പൊക്കെ 6 മാസം എന്നൊരു കാലയളവായിരുന്നു സർക്കാർ നിശ്ചയിച്ചിരുന്നത്. അത് മാറ്റി 6 അടവ് എന്ന ഒരു കാലയളവാണ് നിലവിലുള്ളത്. നിലവിൽ നമ്മളൊരു ടെമ്പററി അഡ്വാൻസ് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ 6 അടവുകൾ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ടെമ്പററി അഡ്വാൻസ് എടുക്കുവാൻ കഴിയുള്ളൂ. ഇത് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ജൂൺ മാസമാണ്. ഈ ജൂൺ മാസം ഞാൻ ഒരു തീയതി, ഏതെങ്കിലും ഒരു തീയതി ആയിരിക്കട്ടെ, ഇപ്പം ഞാൻ ജൂൺ 20 എടുക്കുന്നു എന്ന് വിചാരിക്കുക. ജൂൺ 20-ന് ഞാനൊരു ടെമ്പററി അഡ്വാൻസ് എടുത്തു. ഇനി എനിക്ക് എന്ന് അടുത്തത് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി അഡ്വാൻസ് എടുക്കുന്ന മാസത്തെ ശമ്പളത്തിൽ നിന്നും നമ്മളുടെ ഈ ഒരു GPF TA അടവ്, ആദ്യ മാസത്തെ അടവ് കിഴിവ് വരുത്തുന്നതല്ല. അത് അടുത്ത മാസത്തെ സാലറിയിൽ നിന്ന് മാത്രമേ ഈ ഒരു ഡിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ജൂൺ 20-ന് എടുത്തത്, അപ്പോൾ എൻ്റെ ജൂൺ മാസത്തെ സാലറി എനിക്ക് എൻക്യാഷ് ആവുന്നത് എന്നാണ്? ജൂലൈ ആദ്യ വീക്കിലാണല്ലോ നമ്മളുടെ സാലറി എൻക്യാഷ് ആവുന്നത്. അപ്പം ജൂലൈയിൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും അത് പിടിക്കത്തില്ല. ഇത് കിഴിവ് തുടങ്ങുന്നത് ജൂലൈ മാസത്തെ സാലറി, അതായത് നമുക്ക് ഓഗസ്റ്റ് മാസം ആദ്യം കിട്ടുന്ന സാലറിയിൽ നിന്നായിരിക്കും ഈ നമ്മളെടുത്ത GPF TA ആദ്യ കിഴിവ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ജനുവരി മാസം നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സാലറി ആകുമ്പോഴേക്കും 6 അടവുകൾ നമ്മൾ അടച്ചു കഴിയും. അതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ഒരു ടെമ്പററി അഡ്വാൻസ് എടുക്കുവാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കേസ് പരിശോധിക്കുകയാണെങ്കിൽ, NRI എടുത്ത് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് സർവീസുള്ള അല്ലെങ്കിൽ റിട്ടയർ ആവാൻ 10 വർഷത്തിനുള്ളിലുള്ള വ്യക്തിക്ക് NRI എടുക്കുവാൻ കഴിയും. അങ്ങനെയുള്ളൊരു വ്യക്തി NRI എടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത ടെമ്പററി അഡ്വാൻസ് എടുക്കുന്നതിന് 4 മാസമാണ് കഴിയേണ്ടത്. ഒരു NRI എടുത്ത് 4 മാസം കഴിഞ്ഞാണ് അടുത്ത ടെമ്പററി അഡ്വാൻസ് എടുക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇനി മറ്റൊരു കേസ് കൂടി നമ്മൾ പരിശോധിച്ചാൽ, TA എടുത്തൊരു വ്യക്തിക്ക് NRIക്ക് ഉള്ള എലിജിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിക്ക് TA 2 അടവുകൾ അടച്ചതിന് ശേഷം അത് NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാനും കഴിയുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പലർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഓരോ ഉദ്യോഗസ്ഥർക്കും എത്ര രൂപ വരെ ടെമ്പററി അഡ്വാൻസ് അനുവദിക്കുവാൻ കഴിയും? അതായത് ഇപ്പോൾ ഒരു ജീവനക്കാരന് 10 ലക്ഷം രൂപ വേണം, അത് അദ്ദേഹത്തിന് DDOക്ക് അനുവദിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള സംശയങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. അതിന് സർക്കാർ ഒരു സാമ്പത്തിക പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഉദ്യോഗസ്ഥർക്കും അവരുടെ ഡെലിഗേഷൻ ഓഫ് പവർ അനുസരിച്ച് എത്ര രൂപ വരെയുള്ള ടെമ്പററി അഡ്വാൻസ് പാസ്സാക്കാം എന്നതിനെക്കുറിച്ച് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ DDOക്ക്, നമ്മളുടെ സ്ഥാപനത്തിലെ DDOക്ക് 2.5 ലക്ഷം രൂപ വരെയുള്ള ടെമ്പററി അഡ്വാൻസ് പാസ്സാക്കാൻ കഴിയും. ഇതെന്ന് പറയുന്നത് സാധാരണ സർക്കാർ ജീവനക്കാരുടെ കേസാണ്. ഇപ്പോൾ പാർട്ട് ടൈം കണ്ടിജൻ്റ് ജീവനക്കാരുടെ ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഈ പറയുന്നതാണ്. അതിപ്പോൾ നമ്മൾ സാധാരണ സർക്കാർ ജീവനക്കാരുടെ കേസ് പരിശോധിച്ച് കഴിഞ്ഞാൽ DDOക്ക് 2.5 ലക്ഷം രൂപ വരെയുള്ള ടെമ്പററി അഡ്വാൻസ് പാസ്സാക്കാൻ കഴിയുന്നതാണ്. ഇനി 5 ലക്ഷം രൂപ വരെ ഉള്ളത്, 2.5 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷം വരെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ജില്ലാ ഓഫീസർക്കും അല്ലെങ്കിൽ ജില്ലാ റീജിയണൽ ഓഫീസർക്കും, അതിനുശേഷം 5 ലക്ഷത്തിന് മുകളിലുള്ളൊരു തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമാണ് പാസ്സാക്കേണ്ടത്. ഇനി ഒരു DDOയുടെ ടെമ്പററി അഡ്വാൻസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിംഗ് ഓഫീസറാണ് ഈ ഒരു സാമ്പത്തിക പരിധിയൊക്കെ നോക്കി പാസ്സാക്കി നൽകേണ്ടത്. 2.5 ലക്ഷം രൂപ വരെ ഉള്ളതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിംഗ് ഓഫീസർ ഒരു ജില്ലാ ഓഫീസറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ വരെ പാസ്സാക്കി നൽകുവാൻ കഴിയും. ഇനി ഇപ്പോൾ ഒരു ജില്ലാ ഓഫീസറാണ് ടെമ്പററി അഡ്വാൻസ് അയക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൺട്രോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത് HOD ആയിരിക്കും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് പരിധിയില്ലാതെ പാസ്സാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി പാർട്ട് ടൈം കണ്ടിജൻ്റ് ജീവനക്കാരുടെ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനും ഇതേ കണക്ക് സാമ്പത്തിക പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു DDOക്ക് 45,000 രൂപ വരെയാണ് പാസ്സാക്കി കൊടുക്കാൻ കഴിയുന്നത്. ഇത് പാർട്ട് ടൈം കണ്ടിജൻ്റ് ജീവനക്കാരുടെ കേസാണ്. DDOക്ക് 45,000 രൂപ വരെയും, സബ് ഡിസ്ട്രിക്ട് ഹെഡിന് 55,000 രൂപ, ജില്ലാ മേധാവിക്ക് 1,35,000 രൂപയും,
റീജിയണൽ മേധാവിക്ക് 1,70,75,000 രൂപ വരെയാണ് പാസ്സാക്കാൻ നൽകുന്നത്. അതിന് മുകളിലുള്ള തുകയാണെങ്കിൽ HOD ആണ് പാസ്സാക്കി നൽകേണ്ടത്. HODക്ക് പരിധിയില്ലാതെ തന്നെ പാസ്സാക്കി നൽകാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എങ്ങനെ സ്പാർക്കിലൂടെ അപേക്ഷയിടാം, അപേക്ഷയിട്ടത് എങ്ങനെ അപ്രൂവ് ചെയ്യാം, അത് വെച്ച് എങ്ങനെ ബില്ലെടുത്ത് നമുക്ക് ട്രഷറിയിലോട്ട് സബ്മിറ്റ് ചെയ്യാം എന്നീ കാര്യങ്ങളാണ് നമ്മളിനി തുടർന്ന് പഠിക്കുവാൻ പോകുന്നത്. അതിനായിട്ട് ഏത് ജീവനക്കാരനാണോ GPF ടെമ്പററി അഡ്വാൻസ് അപേക്ഷ ഇടേണ്ടത് ആ ജീവനക്കാരൻ്റെ ഇൻഡിവിജ്വൽ സ്പാർക്ക് ലോഗിലാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ആ ഒരു സ്പാർക്ക് ലോഗിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഒരു മെനു ബാറിൽ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ GPF ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. ഈ ഒരു വിൻഡോ നമുക്ക് ജീവനക്കാരന് സ്വന്തം ലോഗിനിലൂടെയോ അതല്ല എങ്കിൽ ഈ ജീവനക്കാരന് വേണ്ടി നമ്മളുടെ ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് യൂസർ ലോഗിൻ മുഖേനയോ DDO യൂസർ ലോഗിൻ മുഖേനയോ നമുക്ക് അപേക്ഷ ഇട്ട് കൊടുക്കാവുന്നതാണ്. പരമാവധി നമ്മൾ ഈ ഒരു ജീവനക്കാരനെ കൊണ്ട് തന്നെ അപേക്ഷ ഇടിപ്പിക്കുക. കാര്യം സർക്കാർ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഓൺലൈനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഏൺ ലീവ് സറണ്ടർ ഇടുന്നത് ഫോം 30 അപേക്ഷ കൊടുത്തായിരുന്നു. ഇന്നത് ഓൺലൈനായി. ലീവ് ആപ്ലിക്കേഷൻ ഇടുന്നത് ഓൺലൈനായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവനക്കാരും അതിനനുസരിച്ച് മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മൾ ജീവനക്കാരെ കൊണ്ട് തന്നെ ഇടാൻ ശ്രമിക്കുക. ഇനി നമുക്കിപ്പം DDOയുടെ ലോഗിനിൽ നിന്ന് ഇടുന്നതിൻ്റെ ഒരു മെനു എന്ന് പറയുന്നത്, നമ്മളിപ്പം DDOയുടെ ഇൻ്റർഫേസാണ് നമ്മളിപ്പം കാണുന്നത്. അതിൽ സാലറി മാറ്റേഴ്സ് എന്ന ഒരു ഓപ്ഷനിൽ പ്രോവിഡൻറ്റ് ഫണ്ടുണ്ട്. പ്രോവിഡൻറ്റ് ഫണ്ടിൽ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും GPF ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇതിലൂടെയാണ് നമ്മൾ DDO യൂസർ ലോഗിനോ അതല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് യൂസർ ലോഗിൻ മുഖേനയോ അപേക്ഷ എഴുതേണ്ടത്. നമ്മൾ ഇപ്പോൾ കാണുന്ന വിൻഡോയിൽ നിന്നും നമുക്ക് ഏത് ജീവനക്കാരനാണോ GPF ടെമ്പററി അഡ്വാൻസ് എടുക്കേണ്ടത് ആ ഒരു ജീവനക്കാരൻ്റെ പേരാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്യുമ്പോഴേക്കും മുകളിലൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നത് കാണാം. ഇവിടെ ഓൾറെഡി ഈ ഒരു ജീവനക്കാർ ഇട്ട അപേക്ഷ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് വന്നത്. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ഇതല്ല എങ്കിൽ നമ്മൾ അവസാനം എന്നാണോ GPF അഡ്വാൻസ് എടുത്തത് ആ ഒരു തീയതി അല്ലെങ്കിൽ മുകളിലൊരു പോപ്പപ്പ് മെസ്സേജായിട്ട് വരും. അത് ജസ്റ്റ് നമ്മൾ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയാകും. അങ്ങനെ നമ്മളത് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ജീവനക്കാരുടെ എല്ലാ വിവരങ്ങളും അവിടെ കാണാൻ പറ്റുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഇതിന് മുമ്പ് എടുത്ത GPF ടെമ്പററി അഡ്വാൻസിൻ്റെ വിവരങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണും. പിന്നീട് വലതുവശത്ത് ഈ ഒരു ജീവനക്കാരുടെ വിവരങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോഴേക്കും നമ്മളുടെ ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പ്രകാരം എത്ര രൂപ ക്രെഡിറ്റിലുണ്ട്, നിലവിൽ നമ്മളുടെ എലിജിബിൾ ബാലൻസ് എത്ര രൂപ വരെ നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതിൽ 7ാമത്തെ ആ ഒരു നമ്പറിന് നേരെയുള്ള എമൗണ്ട് ഓഫ് അഡ്വാൻസ് റിക്വയർഡ് എന്ന ഭാഗത്ത് നമുക്ക് എത്ര രൂപയാണോ ടെമ്പററി അഡ്വാൻസ് വേണ്ടത് ആ ഒരു തുക നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വലതുവശത്ത് അത് വേർഡ്സിൽ വരുന്നതായിരിക്കും. അതിനുശേഷം പർപ്പസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, എന്തിനാണെന്നുള്ളത്. ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം റൂൾ ഏതാണെന്നുള്ളത് 50A മെഡിക്കൽ എക്സ്പെൻസ് ആണ് നമ്മൾ കൊടുത്തത്. അതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണോ ഉചിതം, നിങ്ങളുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് കൊടുക്കുക. അത് കണക്ക് പർപ്പസും അതിനനുസരിച്ചായിരിക്കണം മുകളിൽ കൊടുക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 12ാമത്തെ കോളത്തിൽ വന്നിട്ട് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, നമുക്ക് പരമാവധി 36 ഇൻസ്റ്റാൾമെൻറ്റ് വരെയാണ് കൊടുക്കുവാൻ കഴിയുന്നത്. അപ്പം അതിനുള്ളിൽ നിൽക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റുകൾ നിങ്ങൾ കൊടുക്കുക. ഇവിടെ പരമാവധി തന്നെ 36 ഇൻസ്റ്റാൾമെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തത്. തൊട്ട് താഴെ നമ്മളെ ട്രഷറിയുടെ പേര് അവിടുന്ന് ലിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്ന് ആ ഒരു ഡിക്ലറേഷൻ വായിച്ച് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നതാണ്. അങ്ങനെ ജീവനക്കാരൻ്റെ പണി അവിടെ കഴിയുന്നതാണ്. ജീവനക്കാരൻ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ DDO അത് പരിശോധിച്ച് DDOക്ക് പാസ്സാക്കാൻ പറ്റുന്ന പരിധിയിലുള്ള തുകയാണെങ്കിൽ DDOക്ക് പാസ്സാക്കാം. അതിന് മുകളിലുള്ള തുകയാണെങ്കിൽ DDO ഈ ഒരു ആപ്ലിക്കേഷൻ ആരാണോ അപ്രൂവ് ചെയ്യേണ്ടത് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ DDO ലോഗിലാണ് പ്രവേശിക്കേണ്ടത്. DDO ലോഗിൽ പ്രവേശിച്ച് നമ്മൾ ഈ ഒരു ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ DDO ലോഗിൽ സാലറി മാറ്റേഴ്സിൽ പ്രോവിഡൻറ്റ് ഫണ്ട് എന്നൊരു ഓപ്ഷനിൽ GPF ടെമ്പററി അഡ്വാൻസ് അപ്രൂവൽ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര ആപ്ലിക്കേഷൻ പെൻഡിങ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ 2 പേർ അപേക്ഷ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 കിടക്കുന്നത്. ഇപ്പോൾ ഒരാളാണെങ്കിൽ അവിടെ 1 വരത്തുള്ളൂ. അതിൽ നിന്നും നമ്മൾ ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുക. അതിനകത്ത് വലതുവശത്തുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത്
ഈ വ്യക്തിയുടെ അപേക്ഷ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോഴേക്കും വലതുവശത്ത് GPF ടെമ്പററി അഡ്വാൻസ് അപ്രൂവിംഗ് അതോറിറ്റി എന്ന ഭാഗത്ത് നിലവിൽ നമ്മളുടെ ഈ ഒരു DDOയുടെ പേര് വിവരങ്ങളായിരിക്കും നൽകിയിരിക്കുന്നത് കിടക്കുന്നത്. അത് നമ്മൾ പരിശോധിക്കും. അപ്പോൾ ഈ വ്യക്തി 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് DDOക്ക് തന്നെ അപ്രൂവ് ചെയ്യാം. അതിന് മുകളിലുള്ള തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്നും നമ്മൾ ആയിരിക്കാണോ ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ ഉള്ളയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജില്ലാ മേധാവിക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇവിടുന്ന് നമ്മളുടെ ഓഫീസും ഡെസിഗ്നേഷനും ആ വ്യക്തിയും, അതായത് നമ്മൾ ജില്ലാ മേധാവിയുടെ പേരും സെലക്ട് ചെയ്ത് ആ ഒരു ഓഫീസിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ 2.5 ലക്ഷം രൂപ ആയതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഓഫീസ് തന്നെ ആയതുകൊണ്ട് നമ്മളോട് അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു അപ്രൂവൽ റിജക്ഷൻ കമൻറ്റിൽ നമ്മൾ അപ്രൂവ്ഡ് എന്ന് രേഖപ്പെടുത്തി തൊട്ട് താഴെയുള്ള ആ ഒരു ഡിക്ലറേഷൻ വായിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡ്രാഫ്റ്റ് സാങ്ഷൻ ഓർഡറും കൂടെ ജനറേറ്റ് ചെയ്തൊന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു ജനറേറ്റ് ഡ്രാഫ്റ്റ് സാങ്ഷൻ ഓർഡർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ആ വിവരങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുകയാണ്. അതിനുശേഷം ഞാൻ അത് ക്ലോസ് ചെയ്ത് അപ്രൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ DSC ടോക്കൺ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്തിരിക്കണം. DSC വെച്ചാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ DSC വെച്ച് നമ്മൾ ആ ഒരു ടോക്കൺ പാസ്വേഡ് കൂടി എൻ്റർ ചെയ്ത് ഈ ഒരു GPF ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രിൻ്റ് നമുക്ക് എടുക്കാൻ കഴിയുന്നതല്ല. ഈ ഒരു സാങ്ഷൻ ഓർഡർ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതല്ല. അത് വീണ്ടും നമ്മളുടെ മെനുവിൽ പോയി, അതായത് പ്രോവിഡൻറ്റ് ഫണ്ട് മെനുവിൽ സാലറി മാറ്റേഴ്സിൽ പ്രോവിഡൻറ്റ് ഫണ്ടിൽ താഴോട്ട് വരുമ്പോഴേക്കും വ്യൂ അപ്രൂവ്ഡ് GPF സാങ്ഷൻ ഓർഡേഴ്സ് ഈ ഒരു മെനുവിൽ നിന്ന് മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ കഴിയത്തുള്ളൂ. ഇൻ കേസ് നമ്മളുടെ ഒരു ജില്ലാ ഓഫീസിലാണ് ഇത് അപ്രൂവ് ചെയ്തതെങ്കിലും, അതായത് ചിലപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു, നമ്മളുടെ ജില്ലാ ഓഫീസ് അപ്രൂവ് ചെയ്തു. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ DDO, അതായത് ഈ അപേക്ഷയിട്ട വ്യക്തിയുടെ DDOയുടെ ലോഗിൽ ഈ ഒരു മെനുവിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സാലറി മാറ്റേഴ്സിൽ പ്രോവിഡൻറ്റ് ഫണ്ടിൽ വ്യൂ അപ്രൂവ്ഡ് GPF സാങ്ഷൻ ഓർഡേഴ്സിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓഫീസിലായാലും നമ്മൾ ഹയർ ഓഫീസിൽ നിന്ന് അപ്രൂവ് ചെയ്ത സാധനമാണെങ്കിലും ഈ ഒരു മെനുവിൽ നിന്നാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നത് എന്ന വിവരങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു മെനുവിൽ നമ്മൾ ഏത് മാസമാണോ ഇത് അപ്രൂവ് ചെയ്തത് ആ മാസവും വർഷവും നമ്മൾ അവിടുന്ന് എൻ്റർ ചെയ്ത് നമ്മൾ ഗോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ ഒരു മാസം നമ്മൾ അപ്രൂവ് ചെയ്ത GPF ടെമ്പററി അഡ്വാൻസോ എന്തെങ്കിലും TA ആണെങ്കിൽ TA, NRA ആണെങ്കിൽ NRA, ആ ഒരു സാങ്ഷൻ ഓർഡേഴ്സ് നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ താഴോട്ട് വന്ന് ജനറേറ്റ് സാങ്ഷൻ ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സംഭവം നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തു. ഇതിനകത്ത് DSC സൈനൊന്നുമില്ല. അപ്പോൾ ആരാണോ ഇത് അപ്രൂവ് ചെയ്തത് ആ ഓഫീസിലെ ഓഫീസർ ഇത് നമുക്ക് സൈൻ ചെയ്ത് നൽകണം. സൈൻ ചെയ്ത് ഇത് നമ്മൾ അപ്ലോഡിങ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഭാഗത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്പാർക്ക് കുറേയൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങളിലൊന്നും ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. DSC വെച്ച് സൈൻ ചെയ്താലും ആ ഒരു സാങ്ഷൻ ഓർഡറിൽ DSC സൈൻ വന്നിട്ടില്ല. ട്രഷറിയിൽ ഇത് നമ്മൾ കൊടുക്കുമ്പോഴേക്കും അവരിത് അംഗീകരിക്കത്തില്ല. അതായത് അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൽ ഈ ഒരു PDF നമ്മൾ അപ്ലോഡ് ചെയ്താലും അവരത് അംഗീകരിക്കത്തില്ല. സൈൻഡ് ഡോക്യുമെൻ്റ് തന്നെ വേണമെന്ന് അവർ പറയും. അപ്പോൾ നമ്മൾ ഏത് ഓഫീസിലാണ്, നമ്മൾ DDO ആണെങ്കിൽ DDOയുടെ സൈൻ, നമ്മുടെ ജില്ലാ ഓഫീസറാണെങ്കിൽ ജില്ലാ ഓഫീസറുടെ സൈന്, HOD ആണെങ്കിൽ HODയുടെ സൈൻ ഇവിടെ ആവശ്യമാണ്. സൈനിട്ട കോപ്പി നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ ആവശ്യമായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അപേക്ഷ അപ്രൂവ് ചെയ്തു. ഇനി സ്പാർക്കിലൂടെ ബില്ലെടുക്കണം. ബില്ലെടുക്കുന്നതിനായിട്ട് നമ്മൾ അക്കൗണ്ട്സ് മെനുവിലാണ് വരേണ്ടത്. അക്കൗണ്ട്സ് മെനുവിൽ ക്ലെയിം അപ്രൂവലിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. സാധാരണ നമ്മൾ ക്ലെയിം എൻട്രി വഴി എൻട്രി വരുത്തി അപ്രൂവലിൽ പോയി അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു GPF ടെമ്പററി അഡ്വാൻസ് ഓൾറെഡി നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലെയിം എൻട്രി വീണ്ടും വരുത്തേണ്ടതില്ല. നമ്മൾ ക്ലെയിം അപ്രൂവലിൽ പോയി ആ ഒരു ക്ലെയിം അപ്രൂവ് ചെയ്താൽ മതിയാകും. അങ്ങനെ നമ്മൾ അക്കൗണ്ട്സിൽ ക്ലെയിം അപ്രൂവലിൽ റെഗുലർ എംപ്ലോയി വിത്ത് സ്പാർക്ക് ID ഓർ നോമിനീസ് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഒരു ക്ലെയിം അപ്രൂവലിനുള്ള അപേക്ഷകൾ നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. ഓൾറെഡി അവിടെ ഉണ്ട് PFA എന്നും പറഞ്ഞ് ക്ലെയിം നേച്ചറിൽ PFA കാണാവുന്നതാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വലതുവശത്ത് ആ ഒരു ക്ലെയിമിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തൊട്ട് താഴെ ആരുടെ ക്ലെയിമാണ്, എത്ര രൂപയാണെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അതിനകത്ത് അപ്രൂവൽ ഓർ റിജക്ഷൻ കമൻറ്റും അവിടെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് താഴെയുള്ള അപ്രൂവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും.
അതോടുകൂടി ആ ഒരു ക്ലെയിം അപ്രൂവ് ആകുന്നതാണ്. ഇനി നമ്മൾ വീണ്ടും അക്കൗണ്ട്സ് മെനുവിലാണ് വരേണ്ടത്. അക്കൗണ്ട്സ് മെനുവിൽ ബിൽസ് എന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ വരുമ്പോഴേക്കും അതിനകത്ത് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഈ ഒരു ക്ലെയിം നമ്മൾ മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസ് അതേപോലെ തന്നെ ഡി ഡി ഒ കോഡ് സെലക്ട് ചെയ്യുക. നേച്ചർ ഓഫ് ക്ലെയിം എന്നതിൽ നമ്മൾ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, PF ടെമ്പററി വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ. അത് സെലക്ട് ചെയ്യുമ്പോഴേക്കും ആ ഇതിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വലതുവശത്ത് ഇതിൻ്റെ വിവരങ്ങളെല്ലാം വരും. അതിനകത്ത് നമ്മൾ താഴ്ഭാഗത്തുള്ള ആ ഒരു മേക്ക് ബില്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മേക്ക് ബില്ല് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ബില്ല് മേക്കായതായിട്ടൊരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് വരും. അതിൻ്റെ തൊട്ട് താഴെ പ്രിൻറ്റ് ബില്ല് ഓപ്ഷനുണ്ട്. ഇവിടുന്ന് നമുക്ക് ആ ഒരു ബില്ല് നമുക്ക് പ്രിൻ്റ് എടുത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതും ജസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുക. ഇനി നമ്മൾ വീണ്ടും അക്കൗണ്ട്സ് മെനുവിലോട്ട് തന്നെയാണ് പോകുന്നത്. അക്കൗണ്ട്സ് മെനുവിൽ ബിൽസിൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന ആ ഒരു മെനുവിലോട്ട് നമ്മൾ പോവുക. ഇവിടെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ബില്ല് നോൺ സാലറിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ബിൽ നേച്ചർ ഉണ്ട്. ബിൽ നേച്ചർ PF ടെമ്പററി വിഡ്രോവലാണ് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്ത് തൊട്ട് താഴെ സെലക്ട് ബില്ലിൽ നിന്നും നമ്മൾ ബില്ല് സെലക്ട് ചെയ്യുക. ഇനി തൊട്ട് താഴോട്ട് വന്ന് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ എൻറ്റൈറ്റിൽമെൻറ്റ് സാങ്ഷൻ ഓർഡർ എന്ന ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് ആഡ് ഡോക്യുമെൻറ്റ് കൊടുക്കുക. ആഡ് ഡോക്യുമെൻറ്റ് കൊടുക്കുമ്പോൾ താഴെ ചൂസ് ഫയൽ ഓപ്ഷനുണ്ട്. ചൂസ് ഫയലിൽ നിന്നും നമ്മളുടെ ആ ഒരു പ്രിൻ്റ് എടുത്ത് ഒപ്പിട്ട ആ ഒരു സാങ്ഷൻ ഓർഡർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാങ്ഷൻ ഓർഡർ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ അപ്രൂവ് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ സൈനും ഓഫീസ് സീലും നിർബന്ധമാണ്, അല്ലെങ്കിൽ ട്രഷറി അത് ഒബ്ജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളത് അപ്ലോഡ് ചെയ്ത് ഫോർവേഡ് ഫോർ അപ്രൂവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ബില്ല് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോയിലോട്ട് പോകുന്നതാണ്. ഇനി നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ അക്കൗണ്ട്സ് മെനുവിലാണ് വരേണ്ടത്. അക്കൗണ്ട്സിൽ ബിൽസിൽ സബ്മിറ്റ് ബില്ല് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ പുതിയൊരു വിൻഡോ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, ബിൽ നേച്ചർ എന്ന് പറയുന്നത് അതർ ക്ലെയിമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതർ ക്ലെയിംസിൽ അതിനുശേഷം DDO കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ബില്ല് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ വലതുവശത്ത് ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ബിൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു ബില്ലിൻ്റെ വിവരങ്ങൾ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ തൊട്ട് താഴോട്ട് വന്ന് ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഡിക്ലറേഷനൊക്കെ വായിച്ച് ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അപ്രൂവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. അപ്രൂവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ DSC ടോക്കൺ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്തിരിക്കണം. ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമുക്ക് ബില്ല് ട്രഷറിയിലോട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. GPF ടെമ്പററി അഡ്വാൻസ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.